പരമാണു പൊരുളിലും സ്ഫുരണമായി വിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷ്യങ്ങൾ അണിയിച്ചു നിർത്തി അവികല. അപ്പോൾ എല്ലാവർക്കും ഈ പുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജം നടത്തുന്ന വായനോത്സവത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വായനോത്സവം എന്താണ് എന്ന് ഒരു ചെറിയൊരു മുഖവുര ഇവിടെ ആവശ്യമാണെന്ന് തോന്നുന്നു. PN പണിക്കർ എന്ന് പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഈ കേരളീയ കേന്ദ്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഈ വായനോത്സവം നടത്തുന്നത്. കേരളീയ കേന്ദ്ര സംഘടന എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കേരളീയ കേന്ദ്ര സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലെ എല്ലാ മലയാളി സമാജങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര സംഘടനയാണ് കേരളീയ കേന്ദ്ര സംഘടന. അപ്പോൾ നമ്മളെ ഇവിടെ സമാജം, ഉദാഹരണത്തിന് നമ്മുടെ സമാജത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇവിടെയുള്ള മെമ്പർമാരാണ്, ഇവിടെയുള്ള മലയാളികളാണ് നമ്മുടെ സമാജത്തിലെ മെമ്പർമാർ. അതുപോലെ ഇവിടെ ഒരു സമാജത്തിന്റെ കമ്മിറ്റി ഉണ്ട് അല്ലേ? ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് കേരളീയ കേന്ദ്ര സംഘടനയിലെ മെമ്പർമാർ. അങ്ങനെ അതായത് ഈ മലയാളി സമാജത്തിലെ 15 കമ്മിറ്റി അംഗങ്ങൾ, അംബർനാഥ് സമാജത്തിലെ 15 കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ ഏകദേശം 600-700ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് കേരളീയ കേന്ദ്ര സംഘടന. ആ സംഘടന 2 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയൊരു മാനേജിങ് കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെയാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത്. അവരുടെ പല പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നാണ്, അതായത് നമ്മളും ആ സംഘടനയുടെ ഭാഗമാണെന്ന് അർത്ഥം. അതായത് നമ്മുടെ ബദ്ലാപൂർ മലയാളി സമാജം കേരളീയ കേന്ദ്ര സംഘടനയിൽ അംഗമാവുന്നതോടെ നമ്മൾ ബദ്ലാപൂർ മലയാളികളടക്കം ആ സംഘടനയുടെ ഭാഗമാണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു മലയാളി, പക്ഷെ നമ്മുടെ സമാജത്തിന്റെ പരിധി ഈ ഒരു ഏരിയ മാത്രമാണ് അല്ലെ? ബദ്ലാപൂർ മാത്രമേ നമ്മളുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിവുള്ള ഒരു കുട്ടികൾക്ക്, നല്ലോണം പാടാനും വായിക്കാനും അല്ലെങ്കിൽ കഥ പറയാനും കഴിവുള്ള ഒരു കുട്ടിക്ക് ഇതിന് ശേഷം എന്തെങ്കിലും ഒരു അവസരം, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ യുവജനോത്സവം നടക്കുമല്ലേ? സ്കൂളിൽ മത്സരം നടത്തി, ജില്ലാതലത്തിൽ നടത്തി, പിന്നെ സംസ്ഥാന തലത്തിൽ പോയി ജയിച്ചു വരാൻ ആ കുട്ടിക്കൊരു അവസരമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസരം ബോംബെയിലുള്ള മലയാളി കുട്ടികൾക്ക് ഇല്ല. പക്ഷെ അത് നടത്തണമെങ്കിൽ ഒരു സമാജത്തിന് വിചാരിച്ചാൽ നടക്കാനും പറ്റില്ല. കാരണം നമ്മുടെ സമാജം ഈ പ്രദേശത്ത് മാത്രം ആയി ഒതുങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് കേരളീയ കേന്ദ്ര സംഘടന പോലുള്ള ഒരു സംഘടന ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് മുംബൈയിലുള്ള മൊത്തം മലയാളി കുട്ടികൾക്ക് ഒരു അവസരം, ഒരു 2ാമതും 3ാമതും ഒരു അവസരം എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പൊ ഇതിന്റെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയല്ല, നമ്മൾ ഈ സമാജ ലെവലിൽ നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഈ സമാജത്തിൽ നടത്തി ഇവിടുന്ന് ജയിക്കുന്ന 1-2 സ്ഥാനക്കാരെ നമ്മൾ മേഖലയിലേക്ക് വിടും. മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മുംബൈയെ 6 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാൺ മുതൽ ഇങ്ങ് ബദ്ലാപൂർ വരെ ഒരു മേഖല, അതുപോലെ ഡോംബിവലി താനെ മറ്റൊരു മേഖല, അതുപോലെ കുർള ഫോർട്ട് അങ്ങനെ വേറൊരു മേഖല. അപ്പൊ ഇതത്രയും സെൻട്രൽ ലൈനിൽ വരുന്നതാണ്. അതുപോലെ വെസ്റ്റേൺ മേഖല എന്ന് പറഞ്ഞിട്ടൊരു മേഖല, പിന്നെ നവി മുംബൈ മേഖല എന്ന് പറഞ്ഞിട്ടൊരു മേഖല. അങ്ങനെ 5 മേഖലകളാണ് അങ്ങനെ KKSനുള്ളത്. അപ്പൊ നമ്മുടെ ഇവിടുന്ന് ജയിക്കുന്ന കുട്ടികളെ നമ്മൾ ഈ കല്യാൺ മേഖലയിലേക്ക് മത്സരിക്കാൻ വിടും. അവിടുന്ന് ജയിക്കുന്ന 1-2 സ്ഥാനക്കാർ മുംബൈ ലെവലിൽ പോയി മത്സരിക്കും. അങ്ങനെയാണ് ഈ മത്സരത്തിന്റെ നടത്തിപ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മൾ ഇവിടെ നടക്കുന്ന മത്സരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പോസ്റ്ററിൽ ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. A ഗ്രൂപ്പിൽ വായന, അതുപോലെ കവിത, പ്രസംഗം, ഇതാണ് ഈ 3 മത്സരങ്ങളാണ്. ഇതേ 3 മത്സരങ്ങൾ B ഗ്രൂപ്പിനുണ്ട്. പക്ഷെ B ഗ്രൂപ്പിന് ഒന്ന് അധികം വരുന്നത് ഈ ക്വിസ് മത്സരമാണ്. പ്രശ്നോത്തരി എന്ന് പറയും ക്വിസ് മത്സരം. അതുപോലെ C ഗ്രൂപ്പ്, അതായത് 10ാം ക്ലാസ്സിന് A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ, പിന്നെ 6 മുതൽ 10 വരെ B ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിന് മുകളിലുള്ളത് C ഗ്രൂപ്പ്. C ഗ്രൂപ്പിന് 2 മത്സരങ്ങളേ ഉള്ളൂ, ക്വിസ് മത്സരവും പിന്നെ വായനാനുഭവം. വായനാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ച ഏതെങ്കിലും ഒരു ബുക്ക്, അത് ഏത് ഭാഷയിലുള്ള ബുക്കും ആവാം, ആ വായിച്ചതിന്റെ നമ്മൾ അനുഭവം ഒരു 7 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുന്നതാണ് വായനാനുഭവം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മത്സരങ്ങൾ. അപ്പൊ നമുക്ക് ഇപ്പോൾ തൽക്കാലം മത്സരങ്ങളൊന്നും നടക്കുന്നില്ല, എല്ലാ ഐറ്റത്തിലും ഓരോരാളേ ഉള്ളൂ. പക്ഷെ ഇതൊരു തുടക്കമാണല്ലോ, നമ്മൾ ഇതുവരെ ഇത് നടത്തിയിട്ടില്ല, ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഇത്രയും കിട്ടുക തന്നെ നമുക്ക് സന്തോഷം. മാത്രമല്ല, നമ്മുടെ മലയാളം ക്ലാസ് വിപുലീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പരിപാടിക്കും കുട്ടികളെ കൂടുതൽ കിട്ടുള്ളൂ. നമുക്ക് ആകെ 5 കുട്ടികളേ ഉള്ളൂ, അവരും തന്നെ 2-3 മാസമേ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും അനന്യയൊക്കെ ഞാൻ സമ്മതിക്കുന്നു, അവള് പഠിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ ഒരു പരിപാടിയിൽ അവള് പങ്കെടുത്തു. അതിൽ അവളുടെ അച്ഛനും നമ്മൾ നന്ദി പറയണം. അതുപോലെ ലക്ഷ്മിയൊക്കെ പഠിച്ച് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടിയാണ് ലക്ഷ്മി
ബിനീഷിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവളും പഠിച്ച് ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ അത് തിരക്കൊക്കെ കഴിഞ്ഞ് അതിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവളും വരാൻ തയ്യാറായി. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ്. അടുത്ത വർഷം ഈ ഒരു എല്ലാ ഇനങ്ങളിലും ശരിക്കും മത്സരങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഒരു മുഖവുര എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. അപ്പൊ മത്സരങ്ങളില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആ ഒരു സ്റ്റേജ് ഫിയർ മാറാനും അവിടെ പോയി നിൽക്കുമ്പോൾ ഇത് ആദ്യത്തെ തവണ എന്നുള്ളതിൽ പകരം ഇത് 2ാമത്തെ തവണ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് 2 ജഡ്ജ് വേണം. കാരണം കുട്ടികളുടെ പെർഫോമൻസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ ആ ജഡ്ജസ് അത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് അവരെ പഠിപ്പിച്ച് അമ്പർനാഥിലായിരിക്കും മിക്കവാറും ഇതിന്റെ മേഖലാ മത്സരം നടക്കുക, കല്യാൺ മേഖലയുടെ. അപ്പൊ അമ്പർനാഥിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജഡ്ജ് സ്ഥാനത്തേക്ക് ഞാൻ നമ്മുടെ മലയാളം ടീച്ചേഴ്സിന്റെ 2 പേര് ക്ഷണിക്കുകയാണ്. രാജലക്ഷ്മി ടീച്ചറേയും മായ ടീച്ചറേയും 2 പേരും ദയവ് ചെയ്ത് ജഡ്ജസിന്റെ കസേര ഒക്യുപ്പൈ ചെയ്യണമെന്ന് വിചാരിക്കും. മധുരമുള്ള മുന്തിരി. കുറുക്കൻ ഒരു ദിവസം ഇരുത്തേടി നടക്കുമ്പോൾ പഴുത്തു വിളഞ്ഞ മുന്തിരി കുലകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരി വെള്ളി കണ്ടു. അവന്റെ നാവിൽ കൊതിയൂറി. അവൻ മുന്തിരി കുലയുടെ നേരെ ആഞ്ഞു ചാടി. പക്ഷെ അവന് അതിൻ്റെ അടുത്തു വരെ എത്താനേ കഴിഞ്ഞുള്ളൂ. കുറുക്കനു ദേഷ്യം വന്നു. ആർക്കു വേണം ഈ പുളിക്കുന്ന മുന്തിരിങ്ങ? കുറുക്കൻ തിരിച്ചു നടക്കാൻ ഭാവിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്തിരി വള്ളിയിൽ ഒരു അണ്ണാറക്കണ്ണൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഒരു കുലമുന്തിരി കുറുക്കന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. കുറുക്കച്ച, ഇതൊന്നു തിന്നു നോക്കൂ, അണ്ണാറക്കണ്ണൻ പറഞ്ഞു. കുറുക്കൻ മുന്തിരിങ്ങ വായിലാക്കി. മുന്തിരിങ്ങക്ക് ഇപ്പോൾ പുളിപ്പാണോ മധുരമാണോ? അണ്ണാറക്കണ്ണൻ ചോദിച്ചു. മധുരം, കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കിട്ടാത്തതു നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കണം. ഒരു തവണ കൊണ്ട് ശ്രമം ഉപേക്ഷിക്കരുത്, അണ്ണാറക്കണ്ണൻ പറഞ്ഞു. നന്ദി പറഞ്ഞിട്ട് കുറുക്കൻ സന്തോഷത്തോടെ യാത്രയായി. ഏതായാലും ലക്ഷ്മി നന്നായിട്ട് വായിച്ചു അവളുടേതായ രീതിയിൽ. പക്ഷേ എങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയാൽ നല്ലത്. ഇര തേടി എന്നല്ല പറയാം, ഇര തേടി എന്ന് പറയില്ല, ഒരു താ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. പിന്നെ ലാസ്റ്റിലെത്തത് അണ്ണാറക്കണ്ണൻ പറഞ്ഞു. നന്ദി പറഞ്ഞിട്ട് കുറുക്കൻ സന്തോഷത്തോടെ. അണ്ണാറക്കണ്ണൻ പറഞ്ഞു. അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തണം. അണ്ണാറക്കണ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുക. പിന്നെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെതായ ആ ട്യൂൺ വരണം. പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെതായ ആ ട്യൂൺ വരണം പറയുന്ന സമയത്ത്, വായിക്കുമ്പോൾ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ പറയാൻ. എല്ലാം നന്നായി വായിച്ചു. നമസ്കാരം, എന്റെ പേര് നവനീത് ഉണ്ണിത്താനമ്മു. ഞാൻ ഇന്ന് പാടാൻ പോകുന്ന കവിതയുടെ പേരാണ് മഴമേളം. മഴ പെയ്യുന്നു കിണറും കുളവും നിറയുന്നു. മഴ പെയ്യുന്നു വയലും തോടും നിറയുന്നു. മഴ പെയ്യുന്നു പുഴയും കരയും നിറയുന്നു. മഴ പെയ്യുന്നു വഴിയും കുഴിയും നിറയുന്നു. മഴ പെയ്യുന്നു മരവും ചെടിയും നനയുന്നു. മഴ പെയ്യുന്നു പൂവും കായും നനയുന്നു. കാറ്റും മഴയും വന്നല്ലോ, മിന്നലും ഇടിയും വന്നല്ലോ. മുറ്റം നിറയെ മഴവെള്ളം
പോകുന്നു, കളിവളങ്ങൾ പോകുന്നു, കളിവളങ്ങൾ പോകുന്നു. കവിത പാടുകയല്ല, ചൊല്ലുക ഒന്ന്. പിന്നെ ഓരോ അക്ഷരങ്ങൾക്ക് സ്ഫുടത, നിറയുന്നു, അത് നിറയുന്നു, ആ നീ കേൾക്കണം. നനയുന്നു, നിറയുന്നു, അത് മിക്സായി പോകുന്നു. നനയുന്നതാണ് പറയുന്നത്, നിറയുന്നതാണ്. അതൊക്കെയുള്ള ആ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. അതർവൈസ് വളരെ നന്നായിട്ട് ചൊല്ലി. പിന്നെ ലാസ്റ്റിലുള്ളത് കളിവള്ളങ്ങൾ, കളിവള്ളങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം. അത് ഇല്ലാന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉറപ്പിച്ചിട്ടെന്ന് പറയും കളിവള്ളങ്ങൾ. അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് അത്രേ ഉള്ളൂ. അത് നന്നായിട്ട് ചൊല്ലി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ ഇന്ന് മഴയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും മഴ ഇഷ്ടമാണ്. മഴയത്ത് കളിക്കാനും നനയാനും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളാണെങ്കിൽ മഴവെള്ളത്തിൽ തോണി ഉണ്ടാക്കി ഒഴുക്കി വിടും. നല്ല രസമാണ് അങ്ങനെ ചെയ്യാൻ. മഴ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം കൊടും വേനൽ കഴിഞ്ഞ ഉടൻ നൽകുന്ന മഴ നമുക്കൊക്കെ വളരെ ആശ്വാസമാണ്. ജൂണിൽ പെയ്യുന്ന മഴയെ നമ്മൾ ഇടവപ്പാതി എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മലയാള മാസമായ ഇടവമാസത്തിൻ്റെ പകുതിയിൽ പെയ്യുന്ന മഴയാണ് നമ്മൾ ഇടവപ്പാതി എന്ന് പറയുന്നത്. മറ്റൊന്ന് തുലാവർഷവും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലേ? സൂര്യന്റെ ചൂടേറ്റ് കടലിലെ വെള്ളം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്നു. എന്നിട്ടത് മേഘങ്ങളാകുന്നു. ഈ മേഘങ്ങൾ വെള്ളത്തുള്ളികളായി ഭൂമിയിലേക്ക് വരുന്നതാണ് മഴ. ചില സമയത്ത് മഴേൻ്റെ ഒപ്പം ഐസ് കഷ്ണവും കൂടി വീഴും. ഇതിന് ആലിപ്പഴം എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യനും മരങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം വളരാൻ വേണ്ടിയിട്ട് വെള്ളം വളരെ ആവശ്യമാണ്. ഈ വെള്ളം നമുക്ക് മഴയിലൂടെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കൃഷി ചെയ്യാനും കുടിക്കാനും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ വളരെ ആവശ്യമുണ്ട്. ഈ വെള്ളം നമുക്കെല്ലാം മഴയിലൂടെയാണ് കിട്ടുന്നത്. വെള്ളമില്ലാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. മഴ പെയ്യുന്നതിൽ പ്രധാന പങ്ക് മരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മരങ്ങൾ മുറിച്ചിട്ടല്ല, പക്ഷേ പുതിയ നട്ടിട്ടാണ് നമുക്ക് ഈ മരങ്ങളെ നട്ടിട്ടാണ് മഴയെ സംരക്ഷിക്കാൻ പറ്റുക. നന്ദി. അവളുടെ പ്രായത്തിനനുസരിച്ച് വളരെ നല്ലതായിട്ട് പറഞ്ഞു. ഇടക്കിടക്ക് നമ്മുടെ ഭാഷയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് സാരമില്ല, അത് കണ്ണൂർ ഭാഷ ഇങ്ങനെ വരുന്നതാണ് ഇടക്കിടക്ക്. അതില് കോമ്പറ്റീഷനിൽ പോകുന്ന സമയത്ത് പല ആൾക്കാരും ഒന്നും ഉണ്ടാവുക, ജഡ്ജസ്മാരും അവർക്ക് ശരിക്കത് മനസ്സിലാവണം. അപ്പോൾ എഴുത്ത ഭാഷയിൽ തന്നെ പറയാൻ ശ്രമിക്കുക. മോളെ പ്രായത്തിനനുസരിച്ചിട്ട് ഓക്കെ. മധുരമുള്ള മുന്തിരി. കുറുക്കൻ ഒരു ദിവസം ഇരയെ തേടി നടക്കുമ്പോൾ പഴുത്തു വിളഞ്ഞ മുന്തിരിങ്ങക്കുലയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരിവള്ളി കണ്ടു. അവന്റെ നാവിൽ കൊതിയൂറി. അവൻ മുന്തിരിക്കുലയുടെ നേരെ ആഞ്ഞു ചാടി. പക്ഷേ അവന് അതിന്റെ അടുത്തുവരെ എത്താനേ കഴിഞ്ഞുള്ളൂ. കുറുക്കന് ദേഷ്യം വന്നു. ആർക്ക് വേണം ഈ പുളിക്കുന്ന മുന്തിരിങ്ങ? കുറുക്കൻ തിരിച്ചു നടക്കാൻ ഭാവിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്തിരി വള്ളിയിൽ ഒരു അണ്ണാറക്കണ്ണൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഒരു കുല മുന്തിരി കുറുക്കന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. കുറുക്കച്ച, ഇതൊന്നു തിന്നു നോക്കൂ, അണ്ണാറക്കണ്ണൻ പറഞ്ഞു. കുറുക്കൻ മുന്തിരിങ്ങ വായിലാക്കി. മുന്തിരിങ്ങക്ക് ഇപ്പോൾ പുളിപ്പാണോ മധുരമാണോ? അണ്ണാറക്കണ്ണൻ ചോദിച്ചു. മധുരം, കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
കിട്ടാത്തത് നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കണം. ഒരു തവണ കൊണ്ട് ശ്രമം ഉപേക്ഷിക്കരുത്. അണ്ണാറക്കണ്ണൻ പറഞ്ഞു. നന്ദി പറഞ്ഞിട്ട് കുറുക്കൻ സന്തോഷത്തോടെ യാത്രയായി. നന്ദി. നന്നായിട്ട് പറഞ്ഞു. പക്ഷെ കുറച്ചും കൂടെ സ്ഫുടതയും ഫ്ലോ വരണം. വായിക്കുമ്പോ നമ്മള് നിർത്തിയല്ല പറയുന്നത്. അപ്പൊ അത് കുറുക്കൻ ഒരു ദിവസം ഇര തേടി നടക്കുമ്പോൾ പഴുത്ത വിളഞ്ഞ മുന്തിരി കുലകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരിവള്ളി കണ്ടു. അതാ പറയുമ്പോ കുറച്ച് നിർത്തിയ കുറച്ച് ആ ഫ്ലോ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാല് ഇത് ഇവിടെ വളരെ നന്നായിട്ട് പറഞ്ഞു. അതല്ല ഞാൻ പറയണത്, ഞാൻ മുന്നോട്ടുള്ളതാ പറഞ്ഞ. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലപോലെ റീഡിങ് നടത്തി പ്രാക്ടീസ് ചെയ്യാണ് ഇത്തിരി ഇവിടെ. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് അനന്യ കുറുപ്പാണ്. ഞാൻ ഒരു കവിത ചൊല്ലാണ്. അതിന്റെ പേരാണ് കാറ്റ്. കാറ്റ്. മുല്ലപ്പൂ തല്ലി കുരച്ച കാറ്റ്, കള്ളനെ പോലെ മരഞ്ഞ കാറ്റ്, നിന്നെ മുഖം കാണുവത്ര നാളായി, ഉമ്മരത്തെന്നൽ എന്നാനുഭവൂ എങ്ങുമേ കാണുമില്ല പക്ഷേ, ഉമ്മ വയ്ക്കും നീ എൻ കവിളിൽ, ഒന്നിട്ടെ കാണുമില്ല ഞാനും ഒന്നുകൂടെ, ഒന്നിച്ചു പാടം കളിച്ചുകൂടെ. മുല്ലപ്പൂ തല്ലി കുറിച്ച കാട്ടെ, മല്ലനെ പോലെ മരഞ്ഞ കാട്ടെ. താങ്ക് യു. മോള് ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മലയാളമൊന്നും അറിയില്ല കൂടുതലായിട്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തല്ലോ, അതന്നെ നല്ലത്. പ്രൊനൗൺസിയേഷൻ എല്ലാം കുറച്ചുകൂടി നല്ലതായിട്ട് വരാനുണ്ട് അത്ര. അതെന്നും കുറച്ച് അപ്പൊ ഇനി അത് കുറച്ചുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിയാവും. ഇനി നമുക്ക് മത്സരത്തിന് പോകാനാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വീട്ടിൽ നിന്ന് എഴുതി വായിച്ച് പ്രാക്ടീസ് ചെയ്ത് എല്ലാം ശരിയാവും. ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ എഴുതിയതാ. അതുകൊണ്ടാണ് ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തത്. അതാണ് ഉച്ചാരണ ശുദ്ധിന്റെ ഡിഫറൻസ് വരുന്നത്. എപ്പോഴും അത് ഇംഗ്ലീഷിലേക്ക് മലയാളം അവള് പഠിച്ചില്ല, ഇപ്പം തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് പിന്നെ ശരിയാവും കേട്ടോ. ഉറക്കെ ചൊല്ലണേ. എല്ലാവരോടും ഞാൻ അതൊരു റിക്വസ്റ്റ് ചെയ്യണേ. നിങ്ങള് കവിതയായാലും പ്രസംഗമായാലും വായനയായാലും ഉച്ചാരണ ശുദ്ധി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറക്കെ, നമ്മുടെ വോയിസ് ഉള്ളിൽ നിന്ന് വരണം. നിങ്ങളെ തൊണ്ടയിൽ ഇവിടെ പിടിച്ചിട്ട് വന്നാൽ അത് ഉച്ചാരണ ശുദ്ധി വരില്ല നിങ്ങൾ. അപ്പൊ അത് ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഉച്ചാരണം അത് ഉറക്കെ കുറച്ച് ലൗഡ് ശബ്ദത്തിൽ വരണം. വെരി ഗുഡ്. സദസ്സിന് വന്ദനം. എൻ്റെ പേര് ആന സുരേഷ്. ഇന്ന് കുട്ടികളും മൊബൈലും എന്ന വിഷയത്തിൽ ഞാൻ കുറച്ച് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഞങ്ങളുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ലോകത്തിലെ എല്ലാ വസ്തുക്കളെ പോലെ മൊബൈൽ ഫോണിനും അതിൻ്റെതായ ദോഷങ്ങളും ഗുണങ്ങളുമുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൽ ലോകത്തിലെ എല്ലാ അറിവുകളും വാർത്തകളും ഉണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് അത് പഠിത്തത്തിനായോ അഥവാ കൂടുതൽ അറിവ് നേടാനായോ ഉപയോഗിക്കാം. പിന്നെ മൊബൈൽ ഫോണ് ദൃശ്യശ്രവണ മാധ്യമമായതിനാൽ ഞങ്ങൾക്ക് പഠിത്തത്തിനായി എളുപ്പമായിരിക്കുന്നു. പിന്നെ മൊബൈൽ ഫോണിന് അതിൻ്റെതായ ദോഷങ്ങളുമുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ കുറെ ആളുകൾ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടിരിക്കുന്നു. പിന്നെ കുട്ടികൾ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അവർക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ സാധ്യമാവില്ല. കൂടാതെ പഠിത്തത്തിൽ ശ്രദ്ധയും കുറയും. ഇന്നത്തെ കാലത്ത് മൊബൈലിലുള്ള ഇന്റർനെറ്റ് കാരണം സൈബർ ക്രൈം, സൈബർ ബുള്ളിയിങ് എന്നിവ വർദ്ധിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ ഗുണമുള്ള രീതിയിലോ അഥവാ ദോഷമായ രീതിയിലോ ഉപയോഗിക്കേണ്ടത് ഞങ്ങളുടെ തീരുമാനമാണ്. അതിനാൽ കുറച്ചു വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ഒന്ന് രണ്ട് വേർഡ്സില് ദൃശ്യമാധ്യമം. അത് പിന്നെ ഒരു വാക്കും കൂടി ഉണ്ടായിരുന്നു. സുഗമമായ ഒന്ന് രണ്ട് വേർഡ്സ് ഒത്തിരി ഫ്ലൂവന്റ് ആവാനുണ്ട്. അതല്ലെങ്കിൽ അത് നന്നായിട്ട് ചെയ്തു. ഈ സമയം വെരി നൈസ്.
അപ്പൊ ഉള്ളിൽ നിന്ന് വന്നപ്പോ അതിന് ഒരു ഇഫക്റ്റ് വന്നു. അത് വരണം. കാരണം സദസ്സിൽ ഇരിക്കുന്നവർക്ക് ആ ഇഫക്റ്റ് തോന്നണം. എന്തോ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, എന്തോ കുട്ടിയാക്കുട്ടി നന്നായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി വരണമെങ്കിൽ നമ്മുടെ വോയിസിൽ ആ മോഡുലേഷൻ ഉണ്ട്. വെരി ഗുഡ്, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ലക്ഷ്മി ബിനീഷ്. ഇന്ന് ഞാൻ വായനാ അനുഭവം അവതരിക്കാൻ പോവുകയാണ്. ഞാൻ 2 കൊല്ലം മുമ്പ് വായിച്ച ഈ പുസ്തകമാണ് ഇക്കിഗായ്. ഇത് ഇന്നും നല്ല ഓർമ്മയുണ്ട്. ജാപ്പനീസ് ആൾക്കാരുടെ ജീവിത കാലാവധി മറ്റു പല രാജ്യങ്ങളെയും കാട്ടും എത്രയോ അധികമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ ഇതിന്റെ കാരണം എന്ത്? ഇതേ ചോദ്യത്തിന്റെ ഉത്തരം തേടി ജപ്പാനിലെ ഓക്കിനാവ ഐലൻഡിലേക്ക് എത്തിയതാണ് സ്പാനിഷ് ലേഖകർ ഹെക്ടർ ഗാർസിയ ആൻഡ് ഫ്രാൻസെ മിറാലെസ്. അവിടുത്തെ 100 വയസ്സിന്റെ യുവാക്കറാണ് അവിടെ ഉള്ളത്. ദിവസവും ജോലിക്ക് പോകാറുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ, അത് കൃഷിയാവാം, പാചകമാവാം, അവർക്ക് എന്ത് വേണോ അതെന്തും ആവാം. നമ്മളെ ദിവസവും ജീവിക്കാൻ ഉണർമ്മ തരുന്ന ഒരു തൊഴിൽ, അതിനെയാണ് ജാപ്പനീസ് ആൾക്കാർ ഇക്കിഗായ് എന്ന് പറയാറുള്ളത്. ഇക്കിഗായ് ആണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് 2016 പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിൽ ഇക്കിഗായ് നമുക്ക് ഒരുപാട് വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടി 10 നിയമങ്ങൾ തരുന്നു. 1, ഒരിക്കലും എന്നേക്കുമായി റിട്ടയർ ആവാൻ പാടില്ല. എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതെന്ത് തൊഴിലും ആവാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഴിവും ആവാം. അത് എന്നേക്കുമായിട്ട് നമ്മളത് തുടർന്നുകൊണ്ടിരിക്കണം ജീവിതത്തിൽ. ഒരിക്കലും റിട്ടയർ ആവാൻ പാടില്ല. സാവകാശം തിരക്കില്ലാതെ ജീവിക്കണം. ഒന്നിനു പതുക്കെ നമുക്ക് പറ്റുന്നത്ര വേഗത്തിൽ മാത്രമേ എന്തും എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ. അമിതമായി കഴിക്കരുത്. ഇത് 3ാമത്തെയാണ്. കാരണം ജപ്പാനിലുള്ള ആൾക്കാർ അറിയപ്പെടുന്നത് തന്നെ അവർ കുറച്ചേ കഴിക്കാറുള്ളൂ. 6 മണിക്കാണ് അവർ അവസാനമായിട്ട് വൈകുന്നേരം 6 മണിക്കാണ് അവർ കഴിക്കാറുള്ളത്. അതിലും വളരെ കുറച്ചായിട്ട് അവർ കഴിക്കാറ്. അവരെ വയറ് 80% നിറയുന്ന വരെ കഴിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നിർത്തും. അപ്പൊ അത് അവരെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു നല്ല കാര്യമാണ്. അമിതമായി കഴിക്കാതിരിക്കുന്നത്. 4, നല്ല ആൾക്കാരുടെ ഒപ്പരം കൂട്ടുകൂടുക. നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാർ, അവരെ കൂടെ മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശരീരത്തിനും മനസ്സിനും വ്യായാമം കൊടുക്കുക. എത്ര വയസ്സായാലും ദിവസവും രാവിലെ എണീച്ചിട്ട് കുറച്ച് വ്യായാമം, മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും അങ്ങനെ വ്യായാമം കൊടുക്കണമെന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എപ്പോഴും ചിരിക്കുക. നിസർഗത്തിന്റെ കൂടെ നടക്കുക. നമുക്ക് സന്തോഷം തരുന്ന എല്ലാത്തിനോടും നന്ദി രേഖപ്പെടുത്തുക. ഭൂതകാലം കാരണം സങ്കടപ്പെടാതെ, ഭാവിയെ പേടിക്കാതെ ജീവിക്കുക. നമ്മുടെ ഇക്കിഗായ്, അതായത് നമ്മുടെ കഴിവിനെ, ഇഷ്ടപ്പെട്ട തൊഴിലിനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അവരുടെ ജീവനശൈലി ഇതിലെ മാറ്റങ്ങൾ മനസ്സിലായി. ഈ 100 വയസ്സുള്ള ആൾക്കാർ ദിവസവും രാവിലെ വ്യായാമം ചെയ്യാറുണ്ട്. അവരുടെ തോട്ടിൽ വളർത്തിയ പച്ചക്കറികൾ കഴിക്കാറുണ്ട്. ആവശ്യത്തിന് അത്ര മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, അതും വെള്ളത്തിൽ വേവിച്ചത്. അവർ ഈ വറുത്തതോ പൊരിച്ചതോ നമ്മൾ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഭക്ഷണം അവർ കഴിക്കാറില്ല. അവർ വെറും വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ, അതും വളരെ കുറച്ച് ഉപ്പിട്ട് ഇട്ടില്ല. അവരെ ഭക്ഷണം കാരണമാണ് അവർ ഇത്രക്കു കാലം ജീവിക്കുന്നത്. ഭക്ഷണവും വ്യായാമവും ഇതിന് ഏറ്റവും അധികം അവര് ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇത് കാരണം അവള് 100-120 വയസ്സ് വരെ ഈ പ്രായമുള്ള വയസ്സായ ആൾക്കാർ ജീവിക്കുന്നത്. അവര് സമൂഹത്തിൽ അവരുടെ പോലെ അഥവാ അവരുടെ താല്പര്യത്തിനോട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരൊപ്പരം സമയം ചെലവാക്കാറുണ്ട്. തന്റെ പ്രായത്തിനെ കാര്യമാക്കാതെ ജീവിക്കുന്ന ഈ ഓഗിമി ഗ്രാമത്തെ വൃദ്ധരെ പോലെ ജീവിക്കാനാണ് ഈ 2 ലേഖകർ നമ്മളോട് പറയുന്നത്. നന്ദി. വളരെ നന്നായിട്ട് പറഞ്ഞു. അതുകൂടാതെ അവളുടെ പ്രായത്തെ
പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല, ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഒരു മോട്ടിവേഷൻ തന്നത് നമുക്ക്. അതായത് ഭക്ഷണം കഴിക്കേണ്ടതും പിന്നെ വ്യായാമം ചെയ്യേണ്ടതും ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എന്നെ പോലെയുള്ളവർ അതുകൊണ്ട് വായനാനുഭവം നന്നായിട്ട് അവതരിപ്പിച്ചു. അതില് പറയുന്നുണ്ട് സൂര്യാസ്തമയത്തിന് അവർ 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല. എന്തുകൊണ്ടാണ് അത് കഴിക്കാത്തത്? അവരത് കഴിഞ്ഞിട്ട് തന്നെ ഉറങ്ങുന്നത് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അവരെല്ലാം പണിയെല്ലാം തീർത്തിട്ടാണ് കിടന്നുറങ്ങുക. അപ്പൊ അവരെ രാവിലെ 5 മണി മുതൽ അവരെ പണിയെല്ലാം തുടങ്ങും. ഫുൾ അവര് ഫിനിഷ് ചെയ്ത് എല്ലാം കൂടി കഴിഞ്ഞിട്ട് 6 o'clock ആകുമ്പോഴത്തേക്ക് അവർ ഫുൾ കംപ്ലീറ്റ് ആവും. വേറൊരു കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. 6 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നതിന് വേറൊരു കാരണം ഉള്ളത്, സൂര്യാസ്തമയം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനശക്തി കുറയും. അപ്പൊ നമുക്കത് ആക്ച്വലി നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡുകള് ദഹിക്കുന്നില്ല മുഴുവനായിട്ടും. കാരണം സൂര്യാസ്തമയം വന്നു കഴിയുമ്പോൾ ജീവാജാലങ്ങളിലുള്ള ചലനശക്തി കുറയും, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ദഹനശക്തി കുറയും. അതുകൊണ്ടാണ് 6 മണിക്ക് ശേഷം അവര് ഭക്ഷണം കഴിക്കുന്നത്. ഇത് കഥയിലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് ഞാൻ. കാരണം ക്രോസ് ക്വസ്റ്റ്യൻ ആവാം എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഉത്തരം എപ്പോഴും സജ്ജമാക്കി വെക്കുക. ഞാൻ ബുക്കിൽ വായിച്ച പോലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിലെ ചില കാര്യങ്ങള് ജസ്റ്റ് ചോദിച്ചാൽ മതി. അമ്മയോടെങ്കിലും ചോദിക്കണം അത് എന്തുകൊണ്ട് അവരത് കഴിക്കാത്തത് എന്നുള്ളത്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരണം. ഇനി നമുക്ക് ക്വിസ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ബി ഗ്രൂപ്പിനും സി ഗ്രൂപ്പിനുമാണ്. അപ്പോൾ ബി ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് അഹാന ഉണ്ട്, സി ഗ്രൂപ്പിൽ നിന്ന് ലക്ഷ്മി ഉണ്ട്. അപ്പോൾ നമുക്കപ്പോൾ മത്സരമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ചില ചോദ്യങ്ങൾ നമുക്ക് വെറുതെ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ വെറുതെ ഉത്തരം പറയാൻ ശ്രമിച്ചാൽ മതി. ഇനി ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കത് പിന്നെ ഓഡിയൻസിന് പാസ് ചെയ്യാം. അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, ജസ്റ്റ് ഫോർ ഫൺ, ആ ഒരു രീതിയിൽ. അപ്പൊ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് പോവാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാം നമ്മളെ കേരളത്തിനെ പറ്റിയാണ് ചോദിക്കുക. അപ്പൊ അറിയുന്നുണ്ടെങ്കിൽ ഉത്തരം അറിയാം. കേരളം രൂപീകൃതമായത് എപ്പോഴാണ്? നമ്മുടെ കേരളം, അതായത് കേരള പിറവി എപ്പോഴാണ്? കേരളം രൂപീകൃതമായത് എപ്പോഴാണ്? വർഷം ഏത് വർഷത്തിലാണ് നമ്മുടെ കേരള പിറവി എന്ന് കേട്ടിട്ടില്ലേ? ഏത് വർഷത്തിലാണ്? ഇതൊരു മത്സരമായിട്ട് കണക്കാക്കരുത്. അറിയുന്നേ മനസ്സിൽ വരുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ടാവില്ലേ? 1950 കഴിഞ്ഞിട്ടുണ്ട്. 47 1947 അതിന്റെ അതിനുശേഷം 50 കഴിഞ്ഞിട്ടത്. ഒരു ക്ലൂ കിട്ടി. 57 അറിയില്ല, ഞാൻ പറയട്ടെ. ഓഡിയൻസ് പറഞ്ഞ 56. ആരാ പറഞ്ഞേ? 56 എപ്പോഴും? നവംബർ 1. 56 കേരള പിറവി അങ്ങനെ പറയാ. കേരളം പിറവി അതായത് രൂപീകൃതമായത് എപ്പോൾ? 1956 1956 നവംബർ 1. ഇനി കേരളത്തിലെ ജില്ലകൾ, എത്ര ജില്ലകളുണ്ട് ടോട്ടൽ? 14 എല്ലാത്തിനും പേര് വെക്കരുത്. അതില് ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല നമ്മുടെ കേരളത്തില്? അല്ല, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല തിരുവനന്തപുരമല്ല.
തൃശ്ശൂര്. നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്, പക്ഷെ ഞാൻ ക്ലൂ തന്നു. അറിയില്ല. ഇല്ല. യെസ്, മലപ്പുറം. മലപ്പുറം ജില്ല. ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല. ഏറ്റവും ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല. വടക്കേ അറ്റത്തെ ജില്ല ഏറ്റവും കേരളത്തിലുള്ള കാസർഗോഡ്. കാസർഗോഡ്. കിട്ടി. പിന്നെ ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കും കേൾവിയേറ്റൊരു ക്ഷേത്രം. ഏത് ജില്ലയിലാണ് ഗുരുവായൂർ ക്ഷേത്രം? തൃശ്ശൂരല്ലേ? തൃശ്ശൂർ ജില്ല. കേരളത്തിന്റെ പ്രധാന കലാരൂപം? കഥകളി. കഥകളി. വെരി ഗുഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ സമയം മുഖ്യമന്ത്രി ആയിരുന്നത്? ആ, അതിപ്പോഴും ആണ്. ആയിരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആയിരുന്ന ഏറ്റവും കൂടുതൽ നമുക്കാകെ മൂവ്മെന്റ് അറിയും. മുൻ മുഖ്യമന്ത്രി. ഇപ്പൊ ഇല്ല. അവരിപ്പോ ഇല്ല. ആയിരുന്ന. അച്യുതമേനോനില്ല. പറയൂ. VS അല്ല. നായനാർന്ന് പറഞ്ഞില്ല. സോറി. കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം? ചിങ്ങമാസം. വെരി ഗുഡ്. ഓണം ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ്? ചിങ്ങമാസം. വിഷു അല്ല. ചിങ്ങമാസം. വിഷു ആഘോഷിക്കുന്നതോ? വിഷു ആഘോഷിക്കുന്നത് എപ്പൊ? ഇംഗ്ലീഷ് മാസം ഏതാണ് വിഷു ആഘോഷിക്കുന്നത്? ഏപ്രിൽ. മലയാള മാസം ഏതാണ്? അതന്നെ. മേടം. ചോദിക്ക. ഞാൻ മാത്രം ചോദിക്കുന്നു. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യ ശബ്ദം അതെല്ലാം വെറും മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ശബ്ദം വന്നു. ശബ്ദ ചലച്ചിത്രം പറയും. അറിയില്ല. ഓഡിയൻസ് പറഞ്ഞു. ബാലൻ. പിന്നെ കേരളത്തിന്റെ തലസ്ഥാനം? അതറിയേണ്ടതാണല്ലോ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്, മലയാളം മിഷനിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് കണിക്കൊന്ന. ആ ബുക്കിന്റെ പേരാണ് കണിക്കൊന്ന. ആ ബുക്കിന്റെ പുറത്തെ പേജിൽ തന്നെയുണ്ട് കണിക്കൊന്നാമത്തെ. കണിക്കൊന്നന്റെ പൂക്കളും അല്ലുള്ളത്. കണിക്കൊന്ന. ആമ്പലല്ല, കണിക്കൊന്നയാണ്. നമ്മുടെ കേരളത്തിന്റെ മീൻ ഏതാന്നറിയാം? കേരളത്തിന്റെ മീൻ ഏതാന്നറിയാം? നമ്മുടെ ഏത്?
അല്ല. യെസ്, കരിമീനം. കരിമീനം. പിന്നെ കേരളത്തിൽ എത്ര നദികളുണ്ട്? നദികൾ എത്ര നദികളുണ്ട് കേരളത്തില്? പേര് പറയാനല്ല, എണ്ണം. എത്ര നദികളുണ്ട് എന്ന് ചോദിച്ചു. കേരളത്തിനെ പറ്റി നമുക്ക് കുറെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പിന്നെ നിങ്ങൾ പഠിച്ചോളും. ആ പുസ്തകത്തില് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരും. അപ്പൊ കേരളത്തില് ഓഡിയൻസിന് അറിയാം? അല്ല, 7:44. റൈറ്റ്. ചോദിച്ചില്ലേ എല്ലാം ഏകദേശം എല്ലാം? മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? അറിയില്ല. എഴുത്തച്ഛൻ. കേരളത്തിന്റെ നെല്ലറ. നെല്ലറ. കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. അറിയില്ല. ഇതെല്ലാം നോട്ട് ചെയ്തോ? നിങ്ങളെ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുട്ടനാട്. കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ ഇതല്ലേ? പാലക്കാട്. കുട്ടനാട്. കുട്ടനാടാന്ന്. കുട്ടനാട് എന്നാണ് ഇവിടെ എഴുതിയിട്ടില്ല. ഞാൻ കുട്ടനാടാണ്. ആ, കുട്ടനാടാണ്. അത് ഞങ്ങള് പഠിച്ചിട്ടുണ്ട് തമിഴ്. കാരണം ഞാനും പാലക്കാട്ടുകാരിയാണ്. ഞങ്ങൾക്ക് അറിയാവുന്നത് നെല്ലറ പാലക്കാടാണ് എന്നാണ്. കാരണം ഇന്നോ ഏറ്റവും അത് ആരെങ്കിലും അതൊന്ന് മൊബൈലിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇപ്പൊ അതിന്റെ സംശയം തീർക്കാം. സെർച്ച് കുട്ടനാട് എന്നാണ് സെർച്ച് ചെയ്ത്. കാരണം ഇപ്പോഴും ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാലക്കാടാണ്. കൂടുതൽ നെല്ലറ ഉള്ള പേരിൽ അറിയപ്പെടുന്നത് പാലക്കാടാണ്. ഗൂഗിളിൽ സംശയമാണ്. അല്ല, ഏതായാലും സംശയം പെട്ടെന്ന്. ഇനി എന്റെ നാടിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കണ്ണൂരിന്റെ പാരമ്പര്യ കലാരൂപം ഏതാണ്? നിങ്ങളെ പറയണ്ട്. കണ്ണൂര് കലാരൂപം. ആ, ഒരു കല. രണ്ടുപേരും കണ്ണൂരല്ലേ? യെസ്, തെയ്യാന്ന്. കണ്ണൂരിന്റെ പാരമ്പര്യ കലാരൂപം തെയ്യം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. കുഞ്ചൻ നമ്പ്യാർ. അറിയില്ല. കുഞ്ചൻ നമ്പ്യാരാണ്. ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. കുട്ടികൾ പറയട്ടെ. അറിയില്ല. കേരളത്തിനെ പറ്റി ജനറൽ നോളജ് വളരെ വീക്കാന്ന് രണ്ടുപേരും. ആരാണ് ഓഡിയൻസ്?
തീർന്നില്ലേ? ആ, ഇനി പ്രധാനപ്പെട്ട ഒന്ന് ചോദിക്കാൻ പറ്റും. കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അറിയില്ല, അവർക്കറിയില്ല, നിങ്ങൾ പറയും. യെസ്, ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക വൃക്ഷം, വൃക്ഷത്തിന്റെ പേരാ പറയുന്നുണ്ട്. അതെന്തായാലും അറിയേണ്ടതാണ്, എന്തായാലും അറിയേണ്ടതാണ്. ഔദ്യോഗിക എല്ലാ സ്ഥലത്തും കാണും കേരളത്തില്. യെസ്, തെങ്ങ്, തെങ്ങ്. ശരി, എന്നാല് ഇത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നല്ല പാർട്ടിസിപ്പേഷൻ. അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് വലിയത്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അറ്റൻഡ് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. വെരി ഗുഡ്. കുറച്ചൊന്ന് ഏകദേശം അതെ ടീച്ചറെ ഏകദേശം അതെ, അത് വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ മലയാളം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലിട്ട്, അതപ്പോൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടും. അത് ഏകദേശം ഇതുപോലുള്ള എക്സാക്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം, ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ ആൾക്കാരുടെ ഫോട്ടോ കാണിച്ചിട്ട് അത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് സിനിമ നടിമാരും നടന്മാരും അതുപോലെ പ്രധാന ചില അടുത്തത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു പ്രോത്സാഹന സമ്മാനമാണ്. അവിടെ 1-2 സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് സമ്മാനം ഉണ്ടാവുള്ളൂ, സർട്ടിഫിക്കറ്റും ട്രോഫിയും കിട്ടും കേട്ടോ. അപ്പോ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കുട്ടികളെ പഠിപ്പിച്ച അച്ഛനമ്മമാർക്ക് പ്രത്യേകം നന്ദി. പോരാതെ നമുക്ക് ഈ സ്ഥല സൗകര്യം അനുവദിച്ചു തന്ന ഗംഗാരേട്ടനും ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഈ പരിപാടി തീർന്നു, നമുക്ക് ഒരു ദേശീയഗാനം ആലപിച്ചുകൊണ്ട് പിരിയാം. ലക്ഷ്മി